അപ്പോഴേ ഞാനിന്നുള്ളത് നമ്മുടെ മുണ്ടൂര് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് പുറകിലാണ് കേട്ടോ. അതായത് നമ്മുടെ പാലക്കാടായിട്ട് കോങ്ങാട്, ചെർപ്പളശ്ശേരി, പത്തിരിപ്പാലയൊക്കെ പോകുന്ന സമയത്ത് മുണ്ടൂർ ജംഗ്ഷനും കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ കൂട്ടുപാത ജംഗ്ഷൻ വരുന്നത്. അതായത് ഇത് ഈ കാണുന്ന 6 മീറ്റർ റോഡാണ്. ഈ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 70 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുപാത ജംഗ്ഷനാണ് ബസ് സ്റ്റോപ്പ്. അതുപോലെ നമ്മുടെ വില്ലേജ് ഓഫീസ്, ഹയർ സെക്കൻഡറി സ്കൂള് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും, പള്ളി, അമ്പലം, ക്രിസ്ത്യൻ ചർച്ച്, എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ലൊക്കേഷനാണ്. അതിനകത്ത് കണ്ടോ കുറേ വീടുകളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വീടുകളുള്ള ഏരിയ ആണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വരാം. നമുക്ക് ബസ് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. ശരിക്കും എന്ന് വെച്ചാൽ വാഹനങ്ങൾ പോകുന്ന സൗണ്ട് അടക്കം നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അതിനകത്ത് ഈ കാണുന്നത് ഒരു 40 സെൻറ്റ് സ്ഥലം ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഈ 40 സെൻറ്റ് സ്ഥലത്തിലേക്ക് നമുക്ക് ഇതേപോലെ 4 മീറ്റർ റോഡ് കണ്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുവരെ വീതിയിലുള്ള 4 മീറ്ററിൻ്റെ റോഡ് സ്ട്രൈറ്റ് ആയിട്ട് കണ്ടോ 2 വരെ നമുക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മൊത്തം 40 സെൻറ്റാണ്. ഇതിനകത്തൊരു കിണർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോട്ടർ ഷെഡ് കാര്യങ്ങൾ KCBയുടെ കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് കേട്ടോ. വർക്ക് നടന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ചുറ്റിനും കോമ്പൗണ്ട് വാൾ കാര്യങ്ങൾ എല്ലാം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു 10 സെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് മുറിച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം. മൊത്തത്തിലാണെങ്കിൽ അങ്ങനെ സൗകര്യം അല്ലാന്നുണ്ടെങ്കിൽ 10-15 സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. എല്ലാത്തിനും 4 മീറ്റർ റോഡ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫുൾ റോഡ് വിട്ടിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ തന്നെ ഈ ഭാഗത്തൊന്നും തന്നെ നമുക്ക് ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ല കേട്ടോ. ഏത് രാത്രി വേണമെങ്കിലും സുഖമായിട്ട് വരാം. ഫോറസ്റ്റ് കാര്യങ്ങളുടെ പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല. കണ്ടോ വെള്ളം കണ്ടോ കിണർ കണ്ടോ ഫുള്ള് ഇഷ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതാണ്. കുറച്ച് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിടക്കുന്നത്. അതുപോലെ തന്നെ നട തൊട്ടടുത്തൊക്കെ വീട്ടിൽ കണ്ടോ നേരെ എല്ലാ വീട്ടിലും കിണറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ. ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് 3 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് 4 മീറ്റർ റോഡ് കാര്യങ്ങളാണ്. ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു പ്രൈം ലൊക്കേഷനാണ്. ഫ്ലഡ് എഫക്റ്റഡ് ഒന്നും ഇല്ല കേട്ടോ. 2018 പോലും നമുക്ക് ഈ ഭാഗത്തുനിന്ന് വെള്ളം കയറിയിട്ടില്ല. പിന്നെ ഇത് ഇങ്ങനെ പോയിട്ട് 4 മീറ്റർ റോഡ് ഇങ്ങനെ പോയി ഈ ഒരു ലാൻഡ് ഓൾറെഡി വേറെ ആൾ പർച്ചേസ് ചെയ്തതാണ്. തൊട്ടപ്പുറത്ത് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല കോമ്പൗണ്ട് വാളും കാര്യങ്ങളും എല്ലാം കൂടെ വരുന്നതാണ് ഈ ഒരു ഇത് വരുന്നത്. അതിനകത്ത് ഏകദേശം ഒരു 7-8 കായ്ക്കുന്ന തെങ്ങ് വരുന്നുണ്ട്. പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമിയുള്ളത്. നിലോ കാര്യങ്ങളൊന്നും അല്ല. നമുക്കിനി അതിന് വേണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഫോം 5 ഫോം 6 പറഞ്ഞിട്ട് പേപ്പർ വർക്കൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ ആയിട്ടുള്ള നല്ല പക്ക കരഭൂമിയായിട്ട് കിടക്കുന്ന ലാൻഡാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വണ്ടിയും വരാനും സൗകര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും മറ്റ് വലിയ കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യം ഓണറുടെ നമ്പറാണ് അകത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നേരിട്ട് ആളെ കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുക. മൊത്തം 40 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. അതിനകത്ത് നമുക്കൊരു 10 സെൻറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ മുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ തരാം കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ ഓണറായിട്ട് ബന്ധപ്പെടുക. ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് നല്ലൊരു പ്രൈസിന് വാങ്ങിച്ചെടുക്കാം.